വിഷയം കേരളത്തിലെ പൊളിറ്റിക്സ് തന്നെയാണ്. എൻ്റെ കൂടെ ഇരിക്കുന്ന തുഫൈലാണ്. ഇദ്ദേഹം ഡൽഹി ബേസ്ഡ് ജേർണലിസ്റ്റാണ്, ഹിന്ദുസ്ഥാൻ ടൈംസിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ തുഫൈലായിരുന്നു കേരളത്തിൽ ആം ആദ്മി പാർട്ടി തുടങ്ങിയ സമയത്ത് കേരളത്തിൽ അതിൻ്റെ കൺവീനറായിട്ട് അരവിന്ദ് കേജ്രിവാൾ ഇവിടെ കേരളത്തിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം അത് കളഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഡൽഹിയിൽ പോയി. തുഫൈൽ, ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ 2020 നമസ്കാരം 2020 ഈ BJP-യിൽ വരുന്നതോടുകൂടി കേരളത്തിൽ BJP-യുടെ മാറ്റം ഉണ്ടാവുകയില്ലേ? അത് കുറച്ച് ഡീപ്പായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമായിരിക്കും. നമുക്ക് ഒറ്റയടിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണല്ലോ കേരളം, പൊളിറ്റിക്കലി ആണെങ്കിലും സോഷ്യലി ആണെങ്കിലും. അപ്പൊ അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ അടിക്കടി നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന സംഗതിയാണത്. അപ്പൊ അത് കുറച്ച് ഡീപ്പായിട്ട് തന്നെ സംസാരിക്കേണ്ടി വരും തോന്നുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതൊരു വലിയൊരു ഫാക്ടറായിട്ട് മാറും. അത് വലിയൊരു ഫാക്ടർ ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊരു ഫാക്ടറായിട്ട് മാറും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പം ഇതിനകത്ത് പറയുന്നത്, കാരണം എനിക്കും അറിയാവുന്ന കാര്യമാണ്, ഈ സാബു ജേക്കബിനെ ഏറ്റവും കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യാൻ സഹായിച്ചത് ക്രിസ്ത്യൻ വോട്ടുകളാണ്. അതായത് എറണാകുളം ജില്ലയുടെ ഈ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് കുന്നത്തുനാട് ആ ബെൽറ്റിൽ. അപ്പം ആ ഒരു വോട്ടുകൾ BJP-യിലോട്ട് പോകുമ്പോൾ, കാരണം ഇവർക്ക് ഇത്ര പെർസെൻറ്റേജ് വോട്ടുണ്ട് ഈ 2020-ക്ക്, അപ്പം ആ വോട്ടുകൾ BJP-യിലോട്ട് പോകുമ്പോൾ അവർക്കൊരു എറണാകുളം ജില്ലയിൽ തന്നെ നിർണായകമായിട്ട് പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും ജയിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതിനെപ്പറ്റി നീ എന്താ പറയുന്നത്? തീർച്ചയായും 2020 ഇപ്രാവശ്യം അവർക്ക് ചെറിയൊരു ക്ഷീണം വന്നെങ്കിൽ കൂടിയും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര തന്നെ സീറ്റുകളും പഞ്ചായത്തുകളും പിടിക്കാൻ പറ്റിയില്ലെങ്കിലും അവര് നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത്. ഒരു ചെറിയ പാർട്ടി, ഒരു പുതിയൊരു പൊളിറ്റിക്കൽ സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിക്ക് നല്ല പെർഫോമൻസ് തന്നെയാണ് ഇപ്രാവശ്യം അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പൊ അവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു അവരുടെ ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പം തീർച്ചയായിട്ടും അത് സാർ നമുക്ക് അറിയാമല്ലോ, പൊളിറ്റിക്സ് സാർ ഇപ്പം മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു വെറ്ററൻ ജേർണലിസ്റ്റ് രീതിക്ക് സാറിന് പറയാൻ പറ്റുമല്ലോ. ഇപ്പം നമുക്ക് കാണാൻ പറ്റും പൊളിറ്റിക്സിൽ ഇപ്പം പഴയ പോലെ ഒരു സപ്പോർട്ട് ബേസ് എന്നുള്ളതിനപ്പുറം ഒരു പെർസെപ്ഷൻ ഗെയിമിലേക്ക് പൊളിറ്റിക്സ് മാറി. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയ്ക്കൊക്കെ ഒരു ആധികം, കാരണം പെർസെപ്ഷൻ വെച്ചാണ് പൊളിറ്റിക്സ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ ഇപ്പം ഡൽഹിയിലൊക്കെ ആം ആദ്മി പാർട്ടി വന്ന സമയത്ത് അവർക്ക് എന്താ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് ബേസ് എന്താ ഉണ്ടായിരുന്നത്? ഒരു പീപ്പിൾസ് ബേസ് ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അതൊരു മൂവ്മെന്റ് ആയി വന്നിട്ട് ഒറ്റയടിക്ക് പവർ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലല്ലേ വന്നത്. അതും ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം, 3 പ്രാവശ്യം. അപ്പൊ അത് ഒരു ബേസിൽ വന്ന്, അല്ലെങ്കിൽ ഒരു കാഡർ ബേസ്ഡ് ഉണ്ടായിട്ട് വന്നൊരു സംഭവമല്ല, അതൊരു പെർസെപ്ഷന്റെ പുറത്ത് വരുന്നതാണ്. അപ്പൊ ആ ഒരു രീതിക്ക് 2020 കേരളത്തിലൊരു പെർസെപ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് കേരളത്തിൽ ഇപ്പം പൊളിറ്റിക്സിനോട് അത് എനിക്ക് തോന്നുന്നു, കേരളത്തിൽ 2 വർഷം കേരളത്തിൽ ആപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണെന്നൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണല്ലോ. അപ്പൊ ആ ഒരു രീതിക്ക് കേരളത്തിൽ കൃത്യമായിട്ട് ഒരു തേർഡ് അല്ലെങ്കിൽ ഒരു ഫോർത്ത് ആൾട്ടർനേറ്റീവ് എന്നുള്ള ഒരു സ്പേസ് കേരളത്തിലുണ്ട് എപ്പോഴും. അതും കേരളത്തിൽ എപ്പോഴും UDF LDF ആണ് മാറി മാറി ഭരിക്കുന്നത്. BJP അസംബ്ലി ഒരു ഒറ്റ പ്രാവശ്യം ഒരു സീറ്റ് കിട്ടിയെന്ന് തന്നെ BJP ഒരു ഇലക്ടറൽ ഫോഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു രീതിക്ക് LDF-ഉം UDF-ഉം അല്ലാത്തൊരു ഫോഴ്സ് കേരളത്തിൽ വേണം എന്നുള്ളൊരു പെർസെപ്ഷൻ ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അതിൽ പിന്നെ കൃത്യമായിട്ട് യൂത്തിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ഉണ്ട്, പുതുതായിട്ട് പൊളിറ്റിക്കൽ അവയർനെസ് കൂടി വരുന്ന സ്ത്രീകളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ഉണ്ട്, പിന്നെ പ്രവാസികളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ഉണ്ട് ഭയങ്കരമായിട്ട്. കാരണം അവർ കേരളത്തിന്റെ പുറത്തു നിന്നാണ് കേരളത്തെ നോക്കിക്കാണുന്നത്. അപ്പൊ അവർക്ക് കേരളത്തെ കുറിച്ച്, കേരളത്തിന്റെ ഡെവലപ്മെന്റ് മോഡലിനെ കുറിച്ച്, കേരളത്തിന്റെ സോഷ്യൽ മോഡലിനെ കുറിച്ചിട്ട്, പൊളിറ്റിക്കൽ മോഡലിനെ കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ ഇത്തരം ആളുകൾ എല്ലാവരും കൂടെ, അങ്ങനെ ഒരു അപൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, ജെൻസി എന്ന് നമ്മൾ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പം ഈ LDF UDF എന്നല്ലാത്ത ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫോർത്ത് ആൾട്ടർനേറ്റീവ് കേരളത്തിൽ വേണം, ഒരു ബദൽ രാഷ്ട്രീയം വേണം എന്ന് ആഗ്രഹിക്കുന്ന കൃത്യമായ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് കേരളത്തിലുണ്ട്. അതിനെ ടാപ്പ് ചെയ്യാൻ ഇപ്പോഴും ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് കേരളത്തിൽ എമേർജ് ചെയ്ത് വന്നിട്ടില്ല. സാബു ജേക്കബിനും 2020-ക്കും അത് പൂർണ്ണമായിട്ടും ആ ഒരു കോൺസ്റ്റിറ്റ്യൂന്റിനെ ടാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അതിൽ ഗണ്യമായ ഒരു വിഭാഗത്തെ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും 2020 ഒരു പൊളിറ്റിക്കൽ ഫസ്റ്റ് ഒരു NDA പോലെ ഒരു മേജർ പൊളിറ്റിക്കൽ അലയൻസുമായിട്ട് ചേർന്നുകൊണ്ട് അവർ വരുമെന്ന് പറയും. നേരത്തെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർക്ക് അത്രയും വലിയൊരു ഫോഴ്സായി നിൽക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു എനിക്ക് അത് കാണില്ല. അല്ല തുഫൈൽ,
അല്ല, ഇതിനകത്ത് ഞാൻ ഇടപെടുന്നൊരു സാഹചര്യമുണ്ട്. കാരണം നിനക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും UDFിൻ്റെയും LDFിൻ്റെയും കൂടെയാണ് ഈ പറയുന്ന ഘടകകക്ഷികൾ നിൽക്കുന്നത്. ഉറപ്പായിട്ടും ഘടകകക്ഷി എന്ന നിലയിൽ ലീഗ് മലപ്പുറം ജില്ലയിലും വടക്കൻ മലബാറിലും പലയിടത്തും ഒറ്റയ്ക്ക് നിന്ന് അവർക്ക് ജയിക്കാൻ സാധിക്കും. ഓക്കെ, പല പല പോക്കറ്റിൽ അവർക്ക് ജയിക്കാൻ സാധിക്കും. പക്ഷേ മറ്റുള്ള ഘടകകക്ഷികൾക്കൊന്നും എവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്നാലും അവർക്കൊരു പഞ്ചായത്തിൽ പോലും ജയിക്കാൻ പറ്റില്ല. ഇതൊരു സത്യമാണ്. പക്ഷെ അവിടെയല്ലേ നമ്മൾ സാബു ജേക്കബിനെ നോക്കേണ്ടത്? അയാൾ സക്സസ് അല്ലേ, അയാളുടെ റേറ്റിംഗ്? അതന്നെ പറയുന്നത്. അപ്പം സാബു ജേക്കബ് കൃത്യമായിട്ട് സാബു ജേക്കബ് അഡ്രസ് ചെയ്തു. മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടി, ഒറ്റയ്ക്ക് നിന്നാലും ജയിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി എന്ന രീതി പറഞ്ഞ പോലെ തന്നെ സാബു ജേക്കബിന്റെ 2020 ഒറ്റയ്ക്ക് നിൽക്കുന്ന, അതേ പറഞ്ഞത് അവർ അഡ്രസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. അതായത് LDFിന്റെയും UDFിന്റെയും മാറി മാറിയുള്ള ഭരണത്തിൽ മനം മടുത്ത് നിൽക്കുന്ന ഒരു കോൺസ്റ്റന്റ് കേരളത്തിലുണ്ട്. അത് ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞു. ജൻസി, സ്ത്രീകള്, പിന്നെ അപൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകൾ, പ്രവാസികള്, ഇത്തരം ആളുകളെല്ലാം ഒരു പുതിയൊരു ആൾട്ടർനേറ്റീവ് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതിന് കംപ്ലീറ്റ്ലി സാബു ജേക്കബ് 2020 ഒരു കോർപ്പറേറ്റ് പാർട്ടി എന്നുള്ളൊരു നെഗറ്റീവ് സൈഡും കൂടെ അതിനുണ്ട്. അത് ആളുകൾ അത്ര അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല, ഒരു കോർപ്പറേറ്റ് ബാക്ട് പാർട്ടി എന്നുള്ള രീതിക്ക്. പക്ഷെ എന്നാൽ പോലും അതൊരു പരിധി വരെ മറ്റു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമുണ്ട്. ഒരു മേജർ ഹെൽത്തുകളാണ് LDA പോലെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് റൂൾ ചെയ്യുന്ന, ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം, സെൻട്രൽ ഗവൺമെന്റ് റൂൾ ചെയ്യുന്ന ഒരു അലയൻസുമായിട്ട് അത് ചേരുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കോൺസ്റ്റന്റ് എല്ലാം അതിന്റെ കൂടെ പോകാനുള്ള ഒരു ചാൻസ് വളരെ വലുതാണ് എന്നാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് എന്നൊരു അവസ്ഥയിൽ നമ്മൾ നോക്കി കാണേണ്ട ഒരു സംഗതിയാണ്. ഒരു ഫാക്ടറായി വരുമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതുകൊണ്ട്. അല്ല, ഞാൻ ആ പറഞ്ഞൊരു പോയിന്റിനോട് സമ്മതിച്ചിരിക്കുന്നു. ഒരു കോർപ്പറേറ്റ് കൾച്ചറും പാർട്ടിയും. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയുടെ പൊളിറ്റിക്സ് മാറി. ഇന്ത്യയുടെ പൊളിറ്റിക്സ് ഒരു കോർപ്പറേറ്റ് കൾച്ചർ പൊളിറ്റിക്സിലോട്ട് പോയി. എടുത്തു നോക്കുക, BJPക്കകത്ത് എത്ര പേരുണ്ട് MP-മാർ, അതിൻ്റെ നേതാക്കന്മാർ. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് വേൾഡിൽ നിന്നാണ് പൊളിറ്റിക്സിലോട്ട് വരുന്നത്. സാബു, ഈ ഒരു സംഭവം കേരളത്തിൽ BJPക്കകത്ത്, അതായത് രാജീവ് ഒരു ഭാഗത്ത്, സാബു ഒരു കൂടെ നിൽക്കുന്നു. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതി കേരളത്തിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഒരു പുതിയ മുഖം, കാരണം ട്രഡീഷണൽ പൊളിറ്റിക്കൽ പാർട്ടി സംഭവങ്ങളൊക്കെ മാറി. കാരണം അതിന് ഇനി ഫർദറായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പുതിയ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു സ്കൂൾ ഉണ്ടാക്കുക, സ്കൂളിൽ പോയി പഠിക്കുക, അതായത് ബാലവാടി, ഈ സംഭവങ്ങളല്ല. അതൊക്കെ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച ജനറേഷനാണ്, അതിനോട് താല്പര്യം ഉണ്ടായിരുന്നേ. ഇന്നത്തെ ജനറേഷൻ കാണുന്ന ഡിജിറ്റൽ ലോകമാണ്. അതുമായിട്ട് യോജിച്ചു പോകുന്ന അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ഗ്ലോബൽ പെർസെപ്ഷൻ, ഇതൊക്കെ കാറ്റർ ചെയ്യുന്നവരായിരിക്കും വരാൻ പോകുന്ന ജെൻസി ആണെങ്കിലും NRIസും നോക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതൊന്നും പറയാൻ കേരളത്തിലെ ഇന്നത്തെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കഴിയുന്നില്ല. അവിടെയാണ് തീർച്ചയായിട്ടും സാറ് പറയുന്നത് ഞാൻ അത്ര ഡിസൈസീവായിട്ട് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് സാറിന് അത്ര എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് അതൊരു ഫാക്ടർ ആണ്. ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ അതൊരു ഫാക്ടർ വരും. കാരണം കേരളത്തിൽ മുഖ്യധാര മെയിൻ സ്ട്രീം പാർട്ടികൾ അഡ്രസ്സ് ചെയ്യാത്ത ഒരുപാട് കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് കേരളത്തിൽ. ഈ കോൺസ്റ്റിറ്റ്യുവൻസിന് ഒരു പ്ലാറ്റ്ഫോം ആയിക്കൊണ്ട് ഇത് വരികയാണെങ്കിൽ അത് വലിയൊരു ഫാക്ടറായിട്ട് മാറാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മാറും എന്ന് പറയാനുള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ ഇതോ എനിക്കില്ല, കപ്പാസിറ്റിയോ എനിക്കില്ല. പക്ഷെ അതൊരു ഫാക്ടറായി വരാനുള്ളൊരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ തോന്നിയിരിക്കുന്നത്. അതിൻ്റെ ഞാൻ പറയാം, എനിക്കറിയാവുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് ഇലക്ഷനിൽ ഈ പോയ പഞ്ചായത്ത് ഇലക്ഷൻ കണക്ക് കൂട്ടുണ്ട്. കാരണം അവരെത്ര പറഞ്ഞ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ തന്നെയും അവർ നേരത്തെ പിടിച്ച പലതും അവരുടെ കയ്യിൽ നിന്നും പോയി. അപ്പോൾ അത് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ BJPയുടെ വോട്ട് ഷെയർ കൂടി പഞ്ചായത്തിലല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ. അപ്പോൾ ഇതിനകത്ത് സെറ്റനായിട്ടുള്ള പല വെർട്ടിക്കൽസ് ഉണ്ട്, പല പോളറൈസേഷൻ നടന്നിട്ടുണ്ട്. അതായത് ഇത്ര മാത്രം ഇവിടെ കേരളത്തിൽ പല ഇലക്ഷനിൽ നിന്നിട്ടും BJPക്ക് എന്തുകൊണ്ടൊരു ചാൻസ് കൊടുത്തില്ല. പ്രത്യേകിച്ച് ഡബിൾ ഇഞ്ചൻ എന്ന് പറയുമ്പോൾ തമാശയായിട്ട് കാണരുത്. അതായത് കുറച്ച് വർഷം കൂടെ മോദിയും അതേപോലെ BJP ഇന്ത്യയിൽ ഭരിക്കും. എന്തുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടൊരു ഗവൺമെൻറ് വന്നുകൂടാ? ഇതൊക്കെ സാഹചര്യങ്ങളാണ്.
അപ്പോൾ ആ ഒരു മാറ്റം കേരളത്തിൽ, കാരണം ഒരു കാര്യം തമിഴ്നാടുമായിട്ട് കേരളത്തെ കമ്പയർ ചെയ്യരുത്. ഏറ്റവും കൂടുതൽ എനിക്കറിയാവുന്നിടത്തോളം ഡാറ്റ വെച്ച് പറയുകയാണ്, കേരളത്തിൽ നിന്നുമാണ് സ്റ്റുഡൻസും വിദ്യാർത്ഥികളും മൈഗ്രേറ്റ് ചെയ്യുന്നത്. കാരണം വേറെ കേരളത്തിൽ ഒരു ഒരു ഹോപ്പ് എന്തോ ഉള്ളത്, എവിടെ ജോലി കിട്ടും, പോസിബിൾ ഓപ്ഷൻ എന്താ ഉള്ളത്? ഈ പറയുന്ന സാബു ജേക്കബിനെ പോലും 2021 LDF ഗവൺമെൻറ് ഓടിച്ചതാണ്. ഇതൊക്കെ നിൽക്കുകയാണ്. കാരണം കേരളത്തിൽ ഇൻഡസ്ട്രി അങ്ങനൊരു സംസ്കാരം ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ആണെങ്കിലും ഈ പറയുന്ന LDF ആണെങ്കിലും. അപ്പം അവിടെയാണ് സാബു ജേക്കബ് പുതിയൊരു സംസ്കാരവുമായിട്ട് വരുന്നത്. അതായത് ഇൻഡസ്ട്രിയലായിട്ടും കോർപ്പറേറ്റായിട്ടും അങ്ങനെ ഒരു സംസ്കാരം. ഒരു കാര്യം ഞാൻ പറയാം, ചായക്കട പൊളിറ്റിക്സ് തീർന്നു. അതും മനസ്സിലാക്കാനുള്ള ഇവിടുത്തെ UDFനും LDFനും കഴിയുന്നില്ല. കാരണം ചായക്കടയിൽ നിന്നുള്ള പൊളിറ്റിക്സ്, ആ പരിപാടികളൊക്കെ മാറി. അവർ നോക്കുന്നൊരു കാര്യമുണ്ട്, എന്താണ് അവർക്ക് പ്രതീക്ഷ. ഇനി അടുത്ത പോയിന്റിലോട്ട് ഞാൻ വരാം. സാബുവിന് ഏറ്റവും കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റിയത് ക്രിസ്ത്യൻ വോട്ടുകളാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പറയുന്ന SDPI, PFI, മുസ്ലിം ലീഗ്. വീണ്ടും ഈ പറയുന്ന UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർ വീണ്ടും പഴയ പോലെ ഈ 5 മന്ത്രിമാരും പ്രധാനപ്പെട്ട പല പോസ്റ്റുകളിലും അവർ തീരുമാനിക്കും. അതായത് മറ്റുള്ള കമ്മ്യൂണിറ്റികളെ ബുൾഡോസ് ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടിന്ന് സോഷ്യൽ മീഡിയ കാണുന്നതാണ് ഈ ലീഗിൻ്റെ KM ഷാജിയുടെ ഏറ്റവും മോശമായൊരു പ്രസംഗം. മതം മതം മതം. അതേപോലെ തന്നെ കഴിഞ്ഞ 10 വർഷം 11 വർഷം ഭരണമില്ലായിരുന്നു, ഇനി അധികാരത്തിൽ കയറി ഞങ്ങളത് ചെയ്യും. ഇതൊക്കെ മനസ്സിലാക്കുക. ഇവിടുത്തെ ഭൂരിപക്ഷത്തിനും മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂനപക്ഷമായ ക്രിസ്ത്യൻസിനും അവരൊന്നും ഇത് ഡിസ്കസ് ചെയ്യുന്നില്ലെന്ന ഈ മരകോടൻ, ഈ മരമണ്ടൻ്റെ ധാരണ. അതേപോലെ തന്നെ NRIs, ഈ ബേസിക്കലി ക്രിസ്ത്യൻ NRIസിൻ്റെ ഇടയ്ക്ക് സാബുവിന് വലിയ സ്വാധീനമുണ്ട്. കാരണം ഞാൻ ഈ അമേരിക്കയിലും ഈ പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് മലയാളികളെ കാണുമ്പോൾ അവരുടെ ഒരു പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ സാബു ജേക്കബിനെ പോലുള്ള പൊളിറ്റീഷ്യൻസ് വരണം. അതേപോലെ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള പൊളിറ്റീഷ്യൻസ് വരണം. ഇവർക്കൊന്നും ഈ ട്രഡീഷണൽ പൊളിറ്റീഷ്യൻസുമായിട്ടൊന്നും താല്പര്യമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ BJPയുടെ ആ ബ്ലോക്ക്, NDAയുടെ ബ്ലോക്ക് സാബു എമേർജ് ചെയ്ത് കഴിയുമ്പോൾ പൊട്ടൻഷ്യലി ആർക്കാണ് ചലഞ്ച്? UDFനല്ലേ ചലഞ്ച്? ഇതാണ് ചോദ്യം. UDFനാണ് ചാലഞ്ചറിൽ കയറുന്നത്. സാർ ആദ്യം പറഞ്ഞൊരു പോയിന്റിലേക്ക് വരാം. ഇപ്പോൾ കേരളത്തിൽ പിന്നെ സോവർ സ്റ്റാർ പറഞ്ഞ പോലെ തമിഴ്നാടിനെ പോലെ അല്ല കേരളം. കേരളത്തിൽ ആളുകൾ കുറച്ചും കൂടെ വൈബ്രന്റ് ആണ്. അവരൊത്തിരി വൈഡ്ലി ട്രാവൽഡ് ആയതുകൊണ്ടും ഒത്തിരി എക്സ്പാട്രിയേറ്റ് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും തുടക്കം വരെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയതുകൊണ്ടും റിസപ്റ്റീവ് ആയതുകൊണ്ടും ഉള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് മല്ല. ഇപ്പോൾ ഒറ്റ എക്സാമ്പിൾ നോക്കാം, ഹിന്ദി ഇമ്പോസിഷൻ തമിഴ്നാട്ടിൽ ഭയങ്കര വിഷയമാണ്. പക്ഷെ കേരളത്തിൽ അത് അത്ര വലിയ വിഷയമായിട്ട് വരുന്നില്ല. കാരണം മലയാളികൾ ആലോചിക്കുന്ന ഒരു ഭാഷ, ഒരു ദേശീയ ഭാഷ. ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് എല്ലാവരും അവിടെ അറബികൾ പോലും ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ. അപ്പൊ ആ ഒരു രീതിക്ക് ഹിന്ദി ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് വരുന്ന, ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഹിന്ദി എന്നുള്ള രീതി, ഒരു പക്ഷേ ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ അറബികൾ സംസാരിക്കുക ഹിന്ദി ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിക്ക് ഇന്ത്യയിൽ നിന്നൊരു ഭാഷ ലോകോത്തര ഭാഷയെന്ന് ആ ഒരു രീതിക്ക് ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് മലയാളികൾ കാണുന്നത്. എന്നാൽ മലയാളത്തോടുള്ള ഒരു സ്നേഹം ഇതും വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ മാതൃഭാഷയുടെ സ്നേഹം വെച്ച് പുലർത്തുമ്പോൾ തന്നെ ഒരു ദേശീയ ഭാഷയായിട്ട് ഹിന്ദി വരുന്നതിൽ മലയാളികൾക്ക് ഒരു പ്രശ്നമില്ല, അവർക്ക് സന്തോഷമായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ളൊരു വ്യത്യാസം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ BJPയോട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അൺടച്ചബിലിറ്റി ഉണ്ട് കേരളത്തിൽ. അത് ഏകദേശം മാറി. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനും ഈ പ്രാവശ്യത്തിൽ പഞ്ചായത്ത് ഇലക്ഷനും ട്രിവാൻഡ്രം കോർപ്പറേഷനൊക്കെ പിടിച്ചോടുകൂടി ആ ഒരു BJP എന്നതിനെ അകറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളൊരു കാൺസെപ്റ്റ് മലയാളികൾക്ക് ഒരുപാട് മാറിയതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പൊ അതേ പറഞ്ഞപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ സാബു ജേക്കബിനെ പോലെ 2020 പോലെ ഒരു പുതിയൊരു പൊളിറ്റിക്കൽ സ്റ്റാർട്ടപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കോൺസ്റ്റിറ്റ്യുവൻസിനെ അഡ്രസ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടി, ഒരു പുതിയൊരു ബദൽ പാർട്ടി ഒരു മേജർ അലയൻസുമായിട്ട് ചേരുമ്പോൾ അതിനൊരുപാട് ഇത് ചെയ്യാനുള്ളൊരു സാധ്യതകളുണ്ട്. എത്രത്തോളം അത് പോസിബിൾ ആകും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള പ്ലാറ്റ്ഫോം അവിടെ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് സാറ് പറഞ്ഞ് ഈ ഒരു ഇപ്പൊ ഉള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സംഭവങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻസിനുള്ള ഒരു സംഭവം അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിൽ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു. ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ ഒക്കെ ഓരോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും മുസ്ലിം ലീഗിനെ സാറ് വീണ്ടും പരാമർശിച്ചു,
കെ എം ഷാജിയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട്. അപ്പൊ അതിൽ നമ്മൾ കാണാത്ത പോകുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ മീഡിയ, സോഷ്യൽ മീഡിയ ആണെങ്കിലും മെയിൻ സ്ട്രീം മീഡിയ ആണെങ്കിലും ഇവന്റ്സിന് മാത്രമേ കവർ ചെയ്യൂ. നമ്മളത് മീഡിയ ജേർണലിസം ക്ലാസ്സിൽ നമ്മൾ തിയറി പഠിക്കുമ്പോൾ പറയാറുണ്ട്, ജേർണലിസം മീഡിയ എപ്പോഴും ഇവന്റ്സിനെയാണ് കവർ ചെയ്യുന്നത്, ആ പ്രോസസ്സിനെ കവർ ചെയ്യുന്നില്ല. അതായത് ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കവർ ചെയ്ത് എന്താണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ പുറകിലുള്ള പ്രോസസ്സ് എന്ന് ഒരിക്കലും കാണിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ കാസ പോലെയുള്ള പുതിയ സംഘടനകൾ എമേർജ് ചെയ്തു വരുന്നത്? ഭയങ്കര തീവ്രമായിട്ട് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നേതാക്കൾ നേരത്തെയുള്ളതിനേക്കാളൊക്കെ അപ്പുറം PC ജോർജും ഇവരൊക്കെ അല്ല വെള്ളാപ്പള്ളിയൊക്കെ പറയുന്ന പോലെയുള്ള സ്റ്റേറ്റ്മെന്റ് നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കിയോണ്ട് കാര്യമില്ല. ആ സ്റ്റേറ്റ്മെന്റ് പുറകിൽ ഒരു പ്രോസസ്സ് നടക്കുന്നത് അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് മുസ്ലിം കമ്മ്യൂണിറ്റി കേരളത്തിൽ ഭയങ്കരമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമൈസ് ചെയ്യപ്പെടുകയാണ്. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. നേരത്തെ ഒരു 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 സ്പിരിച്വൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംഗതിയായിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിന് സ്പിരിച്വൽ ഇസ്ലാമിസ്റ്റുകൾ തന്നെ കൗണ്ടർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുണ്ടായത്. പക്ഷേ കാലക്രമേണ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു ആധിപത്യം വരികയും അവരുടെ മീഡിയ മറ്റു സംഭവങ്ങൾ അത് വരികയും മുസ്ലിം ലീഗ് പോലും പൊളിറ്റിക്കൽ ഇസ്ലാമൈസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം വൽക്കരണം കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ നടക്കുന്നുണ്ട്, മുസ്ലിം ലീഗിൽ അതിശക്തമായി നടക്കുന്നുണ്ട്. ഈ ഒരു മാറ്റം ഗ്രൗണ്ടിൽ വളരെ വിസിബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലും പെൺകുട്ടികളിലും ആണെങ്കിൽ ഒരു പ്രോസസ്സ് വളരെ ശക്തമായി നടക്കുന്നത്. അപ്പം എഡ്യൂക്കേറ്റഡ് ആകുമ്പം കുറച്ചും കൂടെ സെക്യുലർ ആവും, കുറച്ചും കൂടെ മോഡേൺ ആവും എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ മോഡേൺ ഒക്കെ ആവുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തീവ്രമായ വർഗീയതയും പൊളിറ്റിക്കൽ ഇസ്ലാം വേറെ ലെവലിലാണ് ഓപ്പറേറ്റ്. ആ ഒരു സംഭവമാണ്. ഈ പ്രോസസ്സിനെ നമ്മൾ ആരും കാണുന്നില്ല. അത് കാണാതെ അതിനെതിരിൽ വരുന്ന ഇത്തരം റിയാക്ഷൻസും സ്റ്റേറ്റ്മെന്റും മാത്രമാണ് മീഡിയ ഫോക്കസ് ചെയ്യുക. അപ്പൊ പക്ഷെ എന്നാൽ ഗ്രൗണ്ടിൽ എന്താണ്? ഗ്രൗണ്ടിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ പ്രോസസ്സ് വളരെ എവിഡന്റ് ആയിരിക്കും. അപ്പൊ അവർ അതിന്റെ റിയാക്ഷൻ അവിടെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്ത്. അപ്പൊ മീഡിയക്ക് ഇതൊരിക്കലും കാണാൻ പറ്റില്ല. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴേക്കും ഇത് കാണാം. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഭയങ്കരമായിട്ടുള്ള മുസ്ലിം കൺസോൾട്ടേഷൻ വന്നു. അതെന്താ? ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രോസസ്സ് വരുന്നതുകൊണ്ടാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഉണ്ടായില്ല. പക്ഷെ ഇനി അടുത്ത തന്നെ അസംബ്ലി ഇലക്ഷൻ വരും, പക്ഷേ ഈ ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ വന്നേക്കാം. കാരണം ഇപ്പോൾ ആളുകൾ റിയലൈസ് ചെയ്തു ഇങ്ങനൊരു പ്രോസസ്സ് വരുന്നുണ്ട്, ഇത് മീഡിയ അഡ്രസ് ചെയ്യാത്തതുകൊണ്ടാണ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഒരു പക്ഷേ കേരളത്തിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ BJPയും അവിടെ ഒരു ഫോഴ്സ് ആണ്. BJP ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ആക്സെപ്റ്റബിൾ ആയിട്ട് വരുന്ന സാബുയെ പോലെയൊക്കെയുള്ള 2020 ഒക്കെ പോലെയുള്ള സംഘടനകളുമായിട്ട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു ഒരു ചേഞ്ച് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചു, കേരളത്തിലെ BJP ചോദിച്ചു കഴിഞ്ഞാല് എനിക്കൊന്ന് UDFന്റെ വോട്ടായിരിക്കും അത് കൂടുതലായിട്ട് കട്ട് ചെയ്യുക LDFനേക്കാളും. കാരണം LDFന് അത് കുറച്ചും കൂടെ സോളിഡ് ആയിട്ടുള്ള വോട്ടാണ് അവരുടെ. കാരണം കുറച്ച് കാഡർ സെറ്റപ്പിൽ പോകുന്നത്. മാത്രമല്ല ഈ സാബുനി പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് സെറ്റപ്പ് ആണ്. സാബുന് കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറയുമ്പോൾ ഒരു കുറച്ചൊരു ലെഫ്റ്റ് മൈൻഡഡ് ആയി ചിന്തിക്കുന്ന ആളുകൾക്ക് അതൊക്കെ പ്രശ്നമായിരിക്കും. എന്നാൽ UDF മൈൻഡ് ആയിക്കൊണ്ട് ചിന്തിക്കുന്ന കുറച്ചുകൂടി ക്യാപിറ്റലിസ്റ്റ് മൈൻഡോട് കൂടി ചിന്തിക്കുന്നവർക്ക് അതൊരു പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് UDF ബേസ് എന്നുള്ള വോട്ടായിരിക്കും ഇത് കട്ട. അവരിപ്പോൾ ക്രിസ്ത്യൻ വോട്ട് പോവുകയാണെങ്കിലും നേരത്തെ ക്രിസ്ത്യൻസ് എല്ലാ സൈഡ് UDFന്റെ കൂടെയാണ് മെജോറിറ്റി ക്രിസ്ത്യൻസ് നിൽക്കുന്നത്. അപ്പൊ ആ വോട്ടുകളൊക്കെ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ കൊണ്ട് തന്നെ ഈ ഒരു നേരത്തെ തന്നെ ക്രിസ്ത്യൻസ് BJPയോട് അടുക്കുന്നു എന്ന രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കേരളത്തിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ആ രീതിക്ക് നോക്കുമ്പോൾ എനിക്കൊന്ന് UDFന്റെ വോട്ടേക്ക് അത് കൂടുതൽ കട്ട് ചെയ്യുക LDFനേക്കാളും എന്നാണ്. എന്നാൽ LDF ഒന്നും ഒരു ചെറിയൊരു ശതമാനം വോട്ട് അങ്ങോട്ട് മാറാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളത്തിലെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ ഗ്രോത്ത് എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ പല മുസ്ലിം ക്ലർജീസിനും മറ്റുള്ള ആൾക്കാർക്കും, പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ ലീഡേഴ്സിനും മറ്റുള്ളവർക്കും ഇത് ഫോർകാസ്റ്റ് ചെയ്തിരുന്ന അവർ മനസ്സിലാക്കേണ്ടായോ ഒരു കൗണ്ടർ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, അതവരെ ബാധിക്കും? എന്തുകൊണ്ട് അവരിത് മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഇവർ പാലസ്തീനല്ല പിന്തുണ കൊടുത്തത്, ഹമാസിനാണ് പിന്തുണ കൊടുത്തത്? അങ്ങനെ പോകുമ്പോൾ മറ്റുള്ള കമ്മ്യൂണിറ്റി നേരിട്ട് പോയി ഇസ്രായേലിന് പിന്തുണ സിയോണിസ്റ്റ് രീതിയിലോട്ട് അവരും ചിന്തിക്കും. അപ്പം ഈ കിഴങ്ങന്മാർക്ക് ഇത് അറിയത്തില്ലായിരുന്നു എന്തുകൊണ്ട് ഇത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും. ഇത് ബേസിക്കലി ഇവർ കാണിച്ച മണ്ടത്തരമില്ല ഇതിനകത്ത്. അല്ല, അത് സർ ഞാൻ മനസ്സിലാകുമ്പോൾ അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആ PG വരുന്നോണ്ട് തന്നെ പിന്നെ പേഴ്സണലി അപ്പൊ നമുക്ക് എല്ലാ ലീഡേഴ്സുമായിട്ടും എനിക്ക് കോണ്ടാക്ട്സ് കണക്ഷൻസ് ഒക്കെ ഉണ്ടാവല്ലോ. നമ്മൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ 2 വർഷം പൊളിറ്റിക്കൽ ആപ്പിന്റെ കേരളത്തിലെ ഹെഡായിട്ട് വർക്ക് ചെയ്തതാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവരും ഉദ്ദേശം ഇത്തരം പൊളിറ്റിക്സ് നമ്മൾ എല്ലാവരുമായിട്ടും ജേർണൽ സർക്കിളിൽ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ പൊളിറ്റിക്കൽ സർക്കിളിൽ നമ്മൾ ലീഡേഴ്സിനൊക്കെ കാണുമ്പോൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം മുസ്ലിം ലീഡേഴ്സ് ആണെങ്കിലും കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ആണ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അവർ ഈ സംഗതി റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ
അതിനെ ഇപ്പം ക്ലർജീസ് തന്നെ നമുക്ക് എടുത്തറിയാൻ കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരുപാട് ക്ലർജീസ് ഇതിനെതിരെ അതിശക്തമായിട്ട് പറയുന്ന നേരത്ത്, പക്ഷെ അവരുടെ വോയിസ് ഭയങ്കര സപ്രസ്ഡ് ആണ്, ഭയങ്കര വീക്ക് വോയിസ് ആയിട്ട് മാറുകയാണ്. കാരണം മുസ്ലിം ലീഗ് അതിനൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നില്ല. ഈ വോയിസ് മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ എടുക്കുന്നത്. അല്ല ബേസിക് അപ്പൊ അത് ഒരുപക്ഷെ മുസ്ലിം വോട്ടുകൾ കൂടുതൽ ഏകീകരിച്ച് ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ വോട്ട് ബാങ്ക് ആ ഒരു രീതിക്ക് അവർ അതിനെ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് ലോങ് ടേമിൽ അത് ലീഗിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് ഭവിക്കാനുള്ള ഒരു റീഡിംഗ് ഉള്ളത്. ചിലപ്പോൾ ഈ ഒരു ഇലക്ഷൻ പക്ഷേ ലീഗിന് ഭയങ്കരമായിട്ടൊരു സക്സസ് അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയേക്കാം. പക്ഷെ ലോങ് ടേമിൽ ലീഗിന്റെ അടിത്തറ ഇളക്കുന്ന സംഭവമാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ക്ലർജീസ് അത് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മുസ്ലിം ലീഗ് അതിന് വോയിസ് കൊടുക്കാത്തതുകൊണ്ടാണ് ആ ഒരു സംഭവം വരാത്തത്. മാത്രമല്ല നമുക്ക് അറിയാൻ പറ്റും സാർ, ഇപ്പം ഈ മുസ്ലിം പൊളിറ്റിക്സും അതിൽ ന്യൂആൻസസും കൂടുതൽ അറിയാൻ ഒരുപക്ഷെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതുകൊണ്ടായിരുന്നു. പക്ഷേ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഇപ്പോൾ മുഖ്യമായ മെയിൻ സ്ട്രീം മീഡിയയിലുള്ള മുസ്ലിം ചാനൽസിലൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ അവരൊക്കെ ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും. കാരണം ജമാഅത്തെ ഇസ്ലാമി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ എന്താണ് ഈ സുന്നി സ്പിരിച്വൽ ഇസ്ലാം കേരളത്തിൽ ഉണ്ടായിരുന്നത്, ട്രഡീഷണൽ ഇസ്ലാം എന്തായിരുന്നു എന്നുള്ള അതിനൊന്നും വോയിസ് കിട്ടുന്നില്ല. മാത്രമല്ല ഈ ട്രഡീഷണൽ സ്പിരിച്വൽ ഇസ്ലാം എന്ന് പറയുന്നത് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടാണ് എപ്പോഴും കാണുന്നത്. അപ്പം നമ്മൾ അതിനെ ആ ഒരു രീതിക്ക് കാണുകയും പൊളിറ്റിക്കൽ ഇസ്ലാം കുറച്ചുകൂടെ മോഡേൺ ആണ് എന്നുള്ളൊരു ഫേക്ക് ഇമേജ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് കുറച്ചുകൂടെ നല്ലതെന്നുള്ള രീതിയിൽ മീഡിയയിൽ ആ രീതിക്ക് അതിന് കുറച്ച് കൂടുതൽ പ്രൊജക്ഷൻ കിട്ടുകയും ഇതിനെ കുറച്ച് ഡൗൺ ആക്കി വെച്ചപ്പോൾ സത്യത്തിൽ ട്രഡീഷണൽ സ്പിരിച്വൽ ഇസ്ലാം അല്ല, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഡേഞ്ചറസ് എന്നുള്ളത് അത് നമുക്കറിയാവുന്ന വസ്തുത. പക്ഷെ അത് മീഡിയയിൽ ആ രീതിക്ക് അതിനെ പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഒരു റീസണിൽ പറഞ്ഞ പോലെ ഒന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഈ മൗദൂദി ഇതിൽ വരുന്ന മീഡിയാസിനാണ് കേരളത്തിൽ ഡോമിനൻസ് ഉള്ള. മീഡിയ വണിനൊക്കെയാണ് ഡോമിനൻസ്, മറ്റവർക്ക് മീഡിയ ഇല്ല. അവരുടെ മീഡിയ പോലും ആക്കിയിട്ടുള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ മീഡിയ കൊണ്ട് ആരാണോ സെറ്റ് ചെയ്ത് കൊടുത്തത് അതേ ആളുകൾ തന്നെയാണ് ഈ സുന്നി സംഘടനകളുടെയും മാധ്യമങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് ഇപ്പൊ സ്വന്തമായിട്ട് പത്രങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് സെറ്റ് ചെയ്ത് കൊടുത്ത ആളുകൾ ഇത് സെറ്റ് ചെയ്ത് കൊടുത്ത ആളുകൾ തന്നെയാണ്. അപ്പൊ ആ ഫ്രെയിം വർക്കിലാണ് ഇപ്പൊ സുന്നി മാധ്യമങ്ങൾ പോലും വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് യൂത്ത് മുസ്ലിം യൂത്ത് നമുക്കറിയാം ഇപ്പോൾ ഡൽഹിയിലും ഹൈദരാബാദിലും പുറത്തൊക്കെ പോയിട്ട് എഡ്യൂക്കേറ്റഡ് ആവുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ മുസ്ലിംസ് പ്രവാസികളായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഗൾഫിലൊക്കെ പോയി കാശ് ഉണ്ടാക്കി. അപ്പോൾ ഒരു സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ എത്തിയപ്പോൾ അവർ ജോലിക്ക് വേണ്ടിയല്ല എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് എത്തി. അപ്പോൾ ഫസ്റ്റ് ബാച്ച് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ തന്നെ അവർ കാസ് ദം യങ് എന്ന് പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാം ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം സംഘടനകളാണ് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഫ്രെയിം വർക്ക് അവർ അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് യൂത്ത് കംപ്ലീറ്റ് മുസ്ലിംസിന്റെ പോകുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ഫ്രെയിം വർക്കിലൂടെ പിന്നീട് സുന്നി സംഘടനകളും മറ്റു സംഘടനകളൊക്കെ ആ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിലേക്ക് വന്നപ്പോൾ അവർ കുറച്ച് പിറകിലായിരുന്നു. പക്ഷെ അവർ രണ്ടാമതൊന്നും അവരും കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും ഇത്തരം ഇതിലേക്ക് അവർ ഗൈഡ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴും പക്ഷേ എന്താ ഈ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ പൊളിറ്റിക്കൽ ഇസ്ലാം സംഘടന ഉണ്ടാക്കിയ അതേ ഫ്രെയിം വർക്കിൽ തന്നെയാണ് അവർ വർക്ക്. അതുകൊണ്ട് എന്താ അതിലേക്ക് വരുന്ന ആളുകളും കൂടെ പൊളിറ്റിക്കൽ ഇസ്ലാം വൈസ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. മനസ്സിലായി. പക്ഷെ അപ്പൊ ഇതൊരു പ്രോസസ് കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് ആണെങ്കിലും കേരളത്തിലെ ക്ലർജി ആണെങ്കിലും എല്ലാവരും ഇത് റിയലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞ പോലെ BJP എന്നൊരു സംഭവം അവിടെ നിൽക്കുന്നതുകൊണ്ട് അതിനെ പേടിച്ചിട്ട് അത് ഭയങ്കര മുസ്ലിം വിരുദ്ധമാണ്, മുസ്ലിങ്ങളെല്ലാവരും ഇവിടുന്ന് കൂടി എട്ടിപ്പിക്കപ്പെടുന്ന ഒരു ഭീതി ഇങ്ങനെ പരക്കുന്നത് കാരണം നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതുകൊണ്ട് അതിനകത്തുള്ളൊരു ഡൈവേഴ്സിറ്റി ആശയ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ഒരുമിക്കാനുള്ള രീതി വരുന്നു. അപ്പൊ അതിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഡോമിനൻസ് കിട്ടുന്നത്. പക്ഷെ അതൊരു ലോങ് ടേമിൽ വളരെ വലിയ തിരിച്ചടി എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന് തന്നെ കിട്ടാനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഇപ്പൊ ഒരു ക്വിക്ക് സക്സസ് അവർക്ക് ഉണ്ടായേക്കാമെങ്കിലും ഭാവിയിൽ അത് മുസ്ലിമിന്റെ ഒക്കെ തന്നെ അടിത്തറ ഇളകുന്ന സംഭവമായിട്ടാണ് വരാൻ പോകുന്നത്. ഞാനൊരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം. ഈ മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വഹാബിസം, സലഫിസം ദൂരകളകം അവർ മച്ച് മോർ മോഡറേറ്റ് രീതിയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ വടക്കൻ മലബാറിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നതും അവർ ഒരു ജനറേഷൻ പോലും വരുന്നത് ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നാണ്. എന്നിട്ടും ആ മാറ്റം എന്താണ് കേരളത്തിലെ, അതായത് പ്രത്യേകിച്ച് വടക്കൻ മലബാറിലെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഒരു മാസീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താ? അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് സാർ. അപ്പൊ അത് കേരളമാണ് സാർ പറഞ്ഞ കാര്യം. ഗൾഫ് കൺട്രീസ് പൊളിറ്റിക്കൽ ഇസ്ലാമെന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ കേരളത്തിൽ അതിനെ കൂടുതൽ എംബ്രേസ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. സത്യത്തിൽ കേരളമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഏറ്റവും നന്നായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേറ്റ്. എവിടെയൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാം ജയിച്ചാലും ജയിക്കാൻ പറ്റാത്തൊരു സ്ഥലം എന്ന് പറയുന്ന കേരളം. കാരണം കേരളത്തിലെ ഡിബേറ്റ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയ, അല്ല ഒരു പക്ഷേ അതിന്റെ മുമ്പേ തുടങ്ങിയതാണ്. ഈ മൗദൂദി വഹാബി സംഭവങ്ങളെ എതിർക്കുക. ഞാൻ നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. കേരളത്തിൽ 900-കളില് സമസ്ത എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാവുന്നത്
ഇവിടെ RSSനെ എതിർക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. RSS അന്നുണ്ട്, പക്ഷെ അത് വഹാബി സംഘടനകൾ എതിർക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഇവിടെ ഉണ്ടായത്. അപ്പൊ ഈ ഒരു ഐഡിയോളജിക്കൽ ക്ലാഷ് ഇസ്ലാമിനകത്ത് തന്നെ കേരളത്തിൽ നേരത്തെ ഉണ്ട്. അപ്പം കേരളത്തിൽ ഇസ്ലാം വന്നൊരു രീതിയും സംഭവങ്ങളൊക്കെ അതിൽ വ്യത്യാസമുണ്ട്. അപ്പം പക്ഷെ അത് ഇപ്പോൾ ആളുകൾ റിയലൈസ് ചെയ്യുന്നത് അതൊരു ക്വിക്ക് പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് ആ ഡിബേറ്റിനെല്ലാം മറന്നുകൊണ്ട് അത്തരത്തിൽ സംസാരിക്കുന്ന ക്ലർജീസിനെല്ലാം സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് സപ്രസ് ചെയ്തുകൊണ്ട് ഇതിനൊരു മുൻഗണന കൊടുക്കുകയാണ് ഇപ്പോൾ. അതിനൊരുപാട് സാമ്പത്തിക റീസൺസ് ഉണ്ടാവാം, പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ടാവാം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് സ്ഥായിയായിട്ട് വിജയിക്കില്ല എന്നാണ് എൻ്റെ റീഡിങ്. കാരണം ഇവർ ഈ ഒരു മുന്നേറ്റം പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയത് അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു പെനിട്രേഷനാണ്, ഇൻഫിൽട്രേഷനാണ്. അവർ നുഴഞ്ഞേറ്റം. അവരുടെ മോഡസ് ഓപ്പറാൻഡി വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ഒരു ജേർണലിസ്റ്റിക് ടേംസിൽ പറയാതെ നുഴഞ്ഞേറ്റം, കുത്തിത്തിരിപ്പ്, ഇങ്ങനത്തെ സംഘടന മറ്റു സുന്നി സംഘടനകൾ തമ്മിൽ ബന്ധിപ്പിക്കുക, അതുപോലെ അവരിലേക്ക് നുഴഞ്ഞു കയറുക, മീഡിയയുടെ ഒരു ഡോമിനൻസ് കൊണ്ടുവരിക. അവരുടെ മീഡിയ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്തിട്ട് ഇവർ മാറിക്കളയുക. അപ്പൊ ആ ഫ്രെയിം വർക്കിലായിരിക്കും പിന്നീട് സുന്നീസും വർക്ക്. അപ്പൊ അത് ഒരു ഭയങ്കര ഷ്രൂഡ് ആയിട്ടുള്ള ഷാർപ്പ് ആൻഡ് കണ്ണിങ് ഓപ്പറേഷൻസിലൂടെയാണ് അവർ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആ സിസ്റ്റം ബിൽഡം എന്തെങ്കിലും ഒന്ന് പൊളിഞ്ഞു പോയാൽ ഈ പറയുന്ന സംഗതികളൊക്കെ പോകും. അത് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കുകയും മുസ്ലിം ലീഗിനായിരിക്കും. പക്ഷെ അത് പൊളിഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ വളരെ അപകടപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം കേരളത്തിൽ വരികയും കേരളം വളരെയധികം കമ്മ്യൂണലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വരും. അത് കോൺഗ്രസ് ഒക്കെ അത് റിയലൈസ് ചെയ്യുന്നുണ്ടോ? VD സതീശനൊക്കെ എന്തുകൊണ്ടാണ് ആ രീതിക്ക് ഇതിനെ ഭയങ്കര വൈറ്റ് വാഷ് ചെയ്തിട്ട് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം വിട്ടു എന്നൊക്കെ അവർ പോലും പറയാത്തത് പറയാൻ എങ്ങനെ അദ്ദേഹം ഇത് കാണിക്കുന്നു എന്നൊക്കെയുള്ളത് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള സംഗതികളാണ്. എനിവേ, താങ്ക് യു വെരി മച്ച്. നമുക്കൊരു അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.